അങ്ങനെ കിതാബിൽ പഠിപ്പാട്ടാറ് അൽ അസ്ബാബുൽ മുഖ്തലിയത്തു ലിസ്വഇൽ ഖാത്തിമ. ഈമാനില്ലാണ്ട് മരിക്കണകുള്ള 3 കാരണങ്ങൾ. ഈ 3 വിഷയവർത്തകൾ നിന്നുണ്ടായെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് നിന്നുണ്ടായെങ്കിൽ അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ ഭാരി ഡേഞ്ചറസ് ചൊല്ലിട്ടായിട്ട് ഇമാമിന് ചൊല്ല്. അപ്പൊ ഈ 3 ഏതെങ്കിലും ഒന്നുണ്ടാ അവന്റെ ഈമാൻ ഭാരി ജാഗ്രത ഡേഞ്ചറസ് ആയിട്ടിക്കോ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ ഇല്ലാണ്ടായിട്ടിക്കോ മരിക്കലേ ചൊല്ലിട്ടായിട്ട് ഇമാമിന് ചൊല്ല്. 1, 3 അല്ല 4 വിഷയമായിട്ടിക്കര്. ഒന്നാമത്തെ കാര്യ നിസ്കാരാചൊല്ലത് കെയർലെസ് ആയിട്ടിക്കര്. നിസ്കാരത്തെ വലിയൊരു ഗമനൊന്നും ഇല്ല, വേണമെങ്കിൽ നിസ്കരിച്ച ഇല്ലെങ്കിൽ കുട്ട. നിസ്കാരത്തെ വലിയൊരു ഗമന കൊടുക്കാണ്ട് ഒരു കെയർലെസ് ആക്കിയിട്ട് നടക്കുന്ന മനുഷ്യ ഓണ്ട് ഈമാൻ ഭാരി ഡേഞ്ചറസ് ചൊല്ലിട്ടായിട്ടിക്കര് ഇമാമിങ്ങ ചൊല്ലും. അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ കിട്ടി മരിക്കല ചൊല്ലിട്ടായിട്ടിക്കര്. അപ്പൊ നിസ്കാര കിട്ടുമ്പോ നിസ്കാരാചുള്ള വിഷയ അത് ഒരു മനുഷ്യരുടെ ഈമാന്റെ ബധിക്കല് ചൊല്ലിട്ടായിട്ടിക്കര് ഇമാമിങ്ങ വഴിപാട്ടാണ്. രണ്ടാമത്തേത് ഉസ്റുബുൽ ഖംർ, നിരന്തരമായിട്ടും കല്ലുകുടി അല്ലെങ്കിൽ അമലു പദാർത്ഥ സേവന, ഗാഞ്ചമ, MDMA ഇത് യാര ഉപയോഗാക്കണ ഈമാന്റെ വിഷയത്തിലും വലിയ ഡേഞ്ചറസ് ചൊല്ലിട്ടായിട്ടിക്കര് ഹാനായ ഇമാമിങ്ങ ചൊല്ലിയ സംഭവ സുയൂത്തി ഇമാം തന്റെ കിതാബിൽ ചൊല്ലു. അപ്പ അമലു പദാർത്ഥ സേവനാക്കിണ്ടായെങ്കിൽ ഈമാൻ കിട്ടിയിട്ട് മരിക്കല ചൊല്ലിട്ടായിട്ടിക്കര്. മൂന്നാമത്തെ കാര്യ വാലിദൈൻ, ഉമ്മടമ ബാപ്പക എതിർ പലക്കവരോ, ഉമ്മടമ ബാപ്പക കണ്ണു മരിച്ചു നോക്കടോ, അല്ലെങ്കിൽ ഉമ്മക ബാപ്പക എതിർമുണ്ടോ പറയടോ അടിക്കറോ, അങ്ങനെ ഉമ്മയുടെയും ബാപ്പയുടെയും ഇടഞ്ഞരാക്കട മനുഷ്യൻ ഉണ്ടായെങ്കിൽ ഓണ്ടെയും ആക്കിബത്ത് ഭയങ്കര ഡേഞ്ചറസ് ചൊല്ലിട്ടായിട്ടിക്കര് ഇമാമിന് ചൊല്ല്. ഓണ്ട് എത്ര ഇബാദത്തെടുത്തുണ്ടായെങ്കിലും ഉമ്മയുടെ ബാപ്പയുടെ ഓണ് ഇബാദത്ത് നമ്പലാക്കടാനാ എന്നുണ്ടായെങ്കില മരിക്കുന്ന സന്ദർഭത്തിൽ അവന് ഈമാൻ കിട്ടല ചൊല്ലിട്ടായിട്ടിക്കര്. നാലാമത്തെ കാര്യ വഅദൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഉപദ്രാക്കടോ, ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ ഉപദ്രാക്കടോ. ആരെങ്കിലും പറഞ്ഞോണ്ടിക്കര്, ആരെങ്കിലും ഗീബത്ത് ചൊന്നോണ്ടിക്കര്, ആരെങ്കിലും ഡോങ്കിയാക്കൊണ്ടിക്കര്, മുസ്ലിമായ ആൾമാരെ ഡോങ്കിയാക്കിയിട്ടും തമാശാക്കിയിട്ടും ഇങ്ങനെ അങ്ങനെ വഞ്ചനാക്കിയിട്ടും ഗീബത്തും ഫസാദുമാക്കിയിട്ടും ഇങ്ങനെ ഒരു മനുഷ്യ ജീവിക്കാനാണ് എന്നിട്ടായെങ്കില ഓന്റെ ഈമാന്റെ വിഷയത്തിൽ ഭാരി ഡേഞ്ചറസ് ചൊന്നിട്ടായിട്ടിക്കര് ഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹു തആല നിങ്ങൾ ഈമാൻ സലാമത്താക്കി തരട്ടെ. യഥാർത്ഥ മുഅ്മിനായിട്ട് അല്ലാഹു ജീവിപ്പിച്ചിട്ട് മുഅ്മിനായിട്ട് മരിക്കുന്ന ഭാഗ്യം കിട്ടിയ കൂട്ടത്തിൽ അല്ലാഹു നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലെ ചൊന്നോണ്ട് വന്ന വിഷയ ഒരാൾ മരിച്ചിട്ടുണ്ടായെങ്കിൽ ആ മരിച്ചൽ പിന്നെ ആക്കണ 8 കാര്യങ്ങളായിട്ട്, അങ്ങനെ 8 കാര്യം ആക്കിയിട്ട് മയ്യത്തിന് എന്താക്കട ഔത്തുൽ ബൽത്തുറ. അതിൽ പിന്നെ ഔത്തുൽ വെച്ചിട്ട് ഖുർആൻ ഓതുറാറ്, ഔത്തുലു ബന്ന ഖുർആൻ ഓതുറാറ്, അതേപോലെ ഔത്തുന ഖുർആൻ ഓതുറാറ്. ഓരോ വിഷയം ശ്രദ്ധിക്കണം എന്തിനായെങ്കിൽ ചില ഔത്തുല് മറിച്ച സ്ഥലത്തേക്ക് അവിടെ യാസിന്റെ കടലാസ് വയ്ക്കാറ്, അല്ലെങ്കിൽ ജുസു വയ്ക്കാറ്. ഓരോ ജുസുലെ ഖുർആന്റെ ചെറിയ ചെറിയ കിതാബ് ഖുർആൻ വയ്ക്കാറാണ് ജുസുല്ലത്. ചില ആൾമാർ എന്തിനും വിചാരിച്ചിട്ടുണ്ട് യാസിന്റെ കടലാസത്തോടെ ഉണ്ടായെങ്കിൽ ഉള്ളൂ വേണോണ്ടില്ലാതെ ചില ആൾമാർ വിചാരിച്ചതാണ്. അത് ഏതുപോലെ ഒരു ദർഗത്ത് സിയാറത്ത് പോണ്ട അവിടെയും ചില ആൾമാർ ഉദു കൊടുക്കാണ്ട് പോയിട്ട് ഡയറക്റ്റ് യാസിന്റെ കടലാസിൽ ഖുർആൻ ഓതലുണ്ട്, യാസിൻ ഓതലുണ്ട്. അത് ആണിങ്ങും ഉണ്ട് പെണ്ണിങ്ങും ഉണ്ട്. ഇത് കടുത്ത ഹറാമായിട്ട്, ഇത് കടുത്ത ഹറാമായിട്ട്. അപ്പൊ ഖുർആൻ തുടർന്നുണ്ടായെങ്കിൽ ഉദു ബേനെ അത് യാസിന്റെ കടലാസായെങ്കിലും അത് ഖുർആനായിട്ട് അത് തുടർന്നുണ്ടായെങ്കിൽ ഉദു നിർബന്ധമായിട്ട്. ഇനി മർച്ചവത്തിലും ഖുർആൻ ഓതരുത്, മർച്ചവത്തിലും ഖുർആൻ ഓതരുത്. ഇത് ഇണ്ടും ഇന്നാലുള്ള സമ്പ്രദായമല്ല, മുന്നൊരു പിന്നമേ വന്ന സമ്പ്രദായമായിട്ട് അവിടെ വെച്ചിട്ട്
ദുനിയാവിടെ എല്ലാം വിഷയാക്കടല്ല അല്ലണ്ടായെങ്കിൽ അവന്റെ പാനത്തെ വിഷയാക്കടല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ சொன்ன ഹദീസ് ഇമാം മുസന്നഫില് ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫില് ഒരു ഹദീസ് കൊണ്ടുണ്ട്. ഇദാ ഹളർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറാ. നിങ്ങ മരിച്ചവരൊക്കെ നിങ്ങൾ പോയണ്ടെങ്കിൽ നിങ്ങൾ ഖൈറായത് നിങ്ങൾ ചൊല്ലോറൊന്നും കേട്ടിട്ട് ഖൈറായത് ചൊല്ലോറുണ്ട്. അപ്പൊ ഖൈറായത് എന്തിരെ അത് വേറെ ഹദീസിൽ നബി തങ്ങൾ ചൊല്ലു. വേറെ ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല ഫലക ഏത് ചൊല്ലുന്നത് ഖുർആനിൽ ചൊല്ലു കേട്ടിട്ട് പരിശുദ്ധ ഹദീസ് ഞങ്ങളെ മുതൽ പഠിപ്പാട്ട്. അപ്പ നിങ്ങൾ നല്ലത് ചൊല്ലോറ് ചൊല്ലുമ്പോൾ നല്ലത് ഏത് ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അത് അല്ലാഹുവിന്റെ കലാമായിട്ട് പരിശുദ്ധ ഖുർആനായിട്ട്. അപ്പൊ മരിച്ചവിടെ നിങ്ങൾ എന്താക്കണോ ഖുർആൻ ഓതുന്നു. മരിച്ചവിടെ ചില നൂതനവാദികളുണ്ട് മരിച്ചവിടെ പേപ്പർ വായിക്കലായിട്ട് കരുതല്ലേണ്ട. അത് ബുദ്ധിയില്ലാത്ത കാരണത്തിലായിട്ട് കിട്ടുന്നുണ്ട്, ബുദ്ധിഹീനത്തെ കാരണത്തിലായിട്ട് കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനെ ഞങ്ങളെ മുന്നിൽ ചൊല്ലു. സൂറത്തുൽ ആറാഫ് ആയത്ത് നമ്പർ 204 അല്ലാഹു ചൊല്ലാം വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഇറങ്ങടെ ഖുർആൻ ഓതുന്ന ജാഗിര് അല്ലാഹുവിന്റെ റഹ്മത്തിക്കു ചൊല്ലുണ്ടായിട്ട് നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടൂ, അല്ലാഹുവിന്റെ സ്പെഷ്യലായ കാരുണ്യം നിങ്ങൾക്ക് കിട്ടൂ ചൊല്ലുണ്ടായിട്ട് ഖുർആൻ ഞങ്ങളെ മുന്നിൽ പഠിപ്പാട്ടം പത്തുകൂ. ആ ഖുർആന്റെ ഒരു ഹർഫുകൂ 10 കൂലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി കൊടുക്കുമ്പോൾ മർസാൽമാരെ മുന്നിൽ ഖുർആൻ ഓതുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് കൊണ്ട് ഇഖ്റഉ അലാ മൗതാകും യാസീൻ. നിങ്ങ മർസാൽമാരെ മുന്നിൽ മർസാൽമാരുടെ ഹളറത്തില് ഇതിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ചൊല്ലു ഹാദാ യഹ്തമിലു അൻ തകൂന ഹാദിഹിൽ ഖിറാഅത ഇൻദൽ മയ്യിതി ഫി ഹാലി മൗതിഹി വയഹ്തമിലു അൻ തകൂന ഇൻദ ഖബ്രിഹി. അത് മരിച്ചവിടെ ആവാം, അതേപോലെ ഖബറിവിടെ ആവാം. ഖുർആൻ യാസീൻ നിങ്ങൾ ഓതുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ചൊല്ലു. അപ്പൊ മരിച്ചവിടെ നിങ്ങൾ പോയെങ്കിൽ സൂറത്തു യാസീൻ ഓതുന്നു ചൊല്ലിട്ട് മഹാന്മാരായ ഇമാമിക പഠിപ്പാട്ടാറ്. എന്നിട്ടെങ്കിൽ ആ സ്വഹാബത്തിന്റെ ശരീരത്ത് നോക്കുക. സ്വഹാബത്തിന്റെ ശരീരത്ത് നോക്കുമ്പോൾ മഹാനായ മുസന്നഫ് ഇബ്നു അബീ ശൈബലി കാണ്ട ഹദീസ് കാനത്തിൽ അൻസ്വാറു യഖറഊന ഇൻദൽ മയ്യിതി ബിസൂറത്തിൽ ബഖറ. അൻസ്വാരിങ്ങ മദീനത്തെ നിവാസിങ്ങ അങ്ങ ഒരു മയ്യിത്ര മുട്ടമാത്തു പോയെങ്കിൽ അങ്ങ സൂറത്തുൽ ബഖറ ഓതുവാറ് ചൊന്നിട്ടായിട്ട് ചൊന്നെങ്കിൽ ഖുർആൻ അവിടെ ഓതുവാറ്. ഞങ്ങൾ ഇന്നത്തെ നൂതനവാദികളെ പോലെ പേപ്പർ ബായ്ക്കൽ നല്ലേ ചൊന്നിട്ടല്ല. അൻസ്വാരിങ്ങ മദീന നിവാസിങ്ങ ആര് ചൊല്ലെ മുസന്നഫ് ഇബ്നു അബീ ശൈബിലുള്ള ഹദീസായിട്ട് അൻസ്വാരിങ്ങ അങ്ങ ഒരു മയ്യിത്രമോട്ട പോയെങ്കിൽ അങ്ങ സൂറത്തുൽ ബഖറ ഓതുവാറ് ചൊന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയ കണ്ടുപിടിച്ച് ആ മഹാന്മാർ ഞങ്ങളെ കിതാബിൽ പഠിപ്പാട്ടാണ്. ഇതൊക്കെ മാത്രല്ല മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തോളം ഹദീസ് ബൈഹാട്ടുള്ള നേതാവായിട്ട് 1-2 ഹദീസ് അല്ല 10 ലക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ബൈഹാട്ടുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സംഭവം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ലോകപ്രസിദ്ധമായ ഇഹ്യാ ചൊല്ലിയ കിതാബിൽ ചൊല്ലു. നിങ്ങ ഇദാ ദഖൽതുമുൽ മഖാബിറ നിങ്ങ ഖബറിനോട് നിങ്ങൾ പോയെങ്കിൽ നിങ്ങ ഫാത്തിഹ സൂറത്ത് ഓതുന്നു, അതേപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നു, ഖുൽ ഔദു ബിറബ്ബിൽ ഫലക് ഓതുന്നു. വജഅലു ദാലിക ലി അഹ്ലിൽ മഖാബിരി ഫഇന്നഹു യസിലു ഇലൈഹിം. അത് നിങ്ങൾ അങ്ങ് ഹദിയാക്കി കൊടുക്കണം. എന്നുണ്ടെങ്കിൽ അത് അങ്ങ് അതിൽ കൂലി അങ്ങ് കിട്ടുന്നുണ്ടായിട്ട് ആറ് ചൊല്ല് 10 ലക്ഷത്തോളം ഹദീസ് ബൈഹാട്ടുള്ള അഹ്മദ് ഇബ്നു ഹംബൽ ചൊന്ന സംഭവ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എടുത്തു ധരിക്കും. അപ്പ മരിച്ചാൽമാരെ മുന്നോലു ഖുർആൻ ഓതുന്നത് വീണ്ടും ഇന്നലെ തുടങ്ങിയതല്ല. ഏതൊക്കെ ഒരു മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 150 ജീവിച്ചാലായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അയലിട്ടിയ മഹാനായ ഇമാം ജഅഫറാൻ റളിയല്ലാഹു അൻഹു അയൽ ചൊല്ലു സഅൽതു ഷാഫിഈ അനിൽ ഖിറാഅത്തി ഇൻദൽ ഖബ്ർ. ഞാൻ മരിച്ചവിടെ ഖബറിൽ മുട്ടന്നിട്ട് ഖുർആൻ ഓതുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഷാഫി ഇമാമിനെ ഞാൻ ക്വസ്റ്റ്യൻ കേട്ട അത് ഓതാമാ ചൊല്ലു കേട്ട. അപ്പ ഷാഫി ഇമാം എന്നിട്ട് ആൻസർ ആക്കിയത് ലാ ബഅസ ബിഹി, അതിലൊരു തൊന്തരമേ ഇല്ല, അത് ഓതാ ചെന്നിട്ടും മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അയാൾക്ക് ആൻസർ കൊടുത്തു. മാത്രമല്ല മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരിച്ച സന്ദർഭത്തിൽ കാന അസ്ഹാബുനാ മുജ്തമിഈന ഇൻദ റഅസി ഷാഫിഈ. അതെ ഷാഫി ഇമാം മരിച്ച സന്ദർഭത്തിൽ ഷാഫി ഇമാമിന്റെ തലപക്ക എല്ലാ സ്വഹാബത്തും ഷാഫി ഇമാമിന്റെ ആൾമാരും എല്ലാം ഒട്ടിയെ കൂട്ടുകയാണ്. ഒരാൾ ഇങ്ങനെ യാസീൻ സൂറത്ത് ഓതിയിട്ടുണ്ട്.
ആയെങ്കില അതിനെ വേറെ ആളും ഇൻകാറാക്കില്ല, എതിർത്തില്ല ചൊന്നിട്ടായിട്ട് എവിടെ ഇത് ഷാഫിമാമുടെ മയ്യത്തിന് മുന്നലെ യാസീൻ സൂറത്ത് ഇങ്ങനെ ഓതിട്ടാകും പണ്ടത്തെ കാലത്തില് ഒരാളും അതിനെ എതിർത്തിട്ടില്ല ചൊന്നിട്ടായിട്ട് ആര് ചൊല്ലേ ഇമാം ബൈഹഖിലുള്ളതാണ്. ഇമാം ബൈഹഖി ചൊന്നിട്ടെങ്കിലും ഹിജറ 380 ജീവിച്ചിട്ട് 458 ഒഫാത്തായ ആളായിട്ട് അയാള് തന്റെ മനാഖിബ് ഷാഫിഈ ചൊല്ലിയ കിതാബിലും ഈ സംഭവം രേഖപ്പെടുത്തി വയ്ക്കരുത്. മാത്രല്ല മഹാനായ ഇമാം നവവിയിലുള്ളതാണ് ചൊല്ലും വയുസ്തഹബ്ബു അൻ യഖറഅ മിനൽ ഖുർആനി മാ തയസ്സറ വയദ്ഉ ലഹു അഖബഹ നസ്സ അലൈഹി ശാഫിഈ വഖഫ അലൈഹി അസ്ഹാബ്. ഇമാം ഷാഫി ഇമാമും അതേപോലെ എല്ലാ സ്വഹാബത്തും ഒത്ത വിഷയമായിട്ട് ഒരേപോലെ ചെന്ന വിഷയമായിട്ട് എന്തിനെങ്കിലും മയ്യത്തിന് മുന്നിലിട്ട് ഖബറോട് വെച്ചിട്ട് ഖുർആൻ ഓതുന്നത് സുന്നത്തായിട്ട് ഖുർആൻ ഓതുന്നത് സുന്നത്ത് ചൊന്നിട്ടായിട്ട് വയുസ്തഹബ്ബു അത് സുന്നത്തായ കാര്യമായിട്ട് ചൊന്നിട്ടായിട്ട് ഇമാം നവവിയിലുള്ളതാണ് തന്റെ ശറഹുൽ മുഅദ്ദബിൽ പഠിപ്പാട്ട്. എന്നിട്ട് മാത്രല്ല വൈൻ ഖതമൽ ഖുർആന അലൽ ഖബ്രി കാന അഫ്ളല. അതെ ഖബറോട് വെച്ചിട്ട് ഖതമുൽ ഖുർആൻ ഓതി തീർക്കുന്നതോടെ അതായിട്ട് ഏറ്റവും നല്ലത് ചൊന്നിട്ടായിട്ട് മഹാനായ ഇമാം നവവിയിലുള്ളതാണ് ദീന് പഠിച്ച് ഇമാമിങ് ആയിട്ട് അങ്ങനെ കിതാബിൽ വഴിപാട്ട്. എന്നിട്ട് മാത്രമല്ല നിങ്ങൾ നോക്കൂ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി റാസി ഇമാം ചൊന്നിട്ടെങ്കിലും ഖുർആനിക്ക് വ്യാഖ്യാനം ഏറ്റവും വലിയൊരു പണ്ഡിതനായിട്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അയാള് മരിക്കുന്ന സന്ദർഭത്തില് അയാൾ വസിയത്താക്കട് അയാൾ മരിക്കുന്ന സന്ദർഭത്തില് അയാള് ശിഷ്യരട്ടിക അയാൾ വസിയത്താക്കട് എതിരെ ചൊന്നായെങ്കിൽ വസിയത്താക്കട് എതിരെ ചൊന്നായെങ്കിൽ ഫൈദാ ദഫനൂനി ഖറഉ അലയ്യ മാ ഖദറു അലൈഹി മിനൽ ഖുർആൻ. തന്റെ മാത്രം നിങ്ങൾ ദഫനാക്കണ്ടെങ്കിൽ തന്റെ ശിഷ്യനായ ഇബ്രാഹിം ഇബ്നു അബീ ബക്കർ ഇസ്ബഹാനി ചൊല്ലെ നന്റെ നിങ്ങൾ ദഫനാക്കണ്ടെങ്കിലും നന്റെ മുന്നിൽ വന്നിട്ട് നന്റെ ഖബറോട് വന്നിട്ട് നിങ്ങ ഖുർആൻ ഓതുന്നു. എന്നിട്ടാ നിങ്ങൾ ചൊല്ലോട് യാ കരീം ജാഅക്കൽ ഫഖീർ വൽ മുഹ്താജ് ഫഅഹ്സിൻ ഇലൈഹി. ആ ഖബറോട് വന്നിട്ട് നിങ്ങൾ ദ്വാരക്കോട് ഖുർആൻ ഓതിട്ട് എന്തിനായിട്ട് നിന്റെ മുതൽ റബ്ബേ നിന്റെ മുതൽ പാവപ്പെട്ട റാസി ഇമാം നിന്റെ മുതൽ വന്നിട്ടുണ്ടോ, ആ റാസി ഇമാം നീ കിർഫ ചെയ്യണോ ചൊന്നിട്ടും അങ്ങനെ നിങ്ങൾ ദ്വാരക്കോണോ ചൊന്നിട്ടു. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യന്മാരുടെ വസിയത്താക്കിയ സംഭവം ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തി വയ്ക്കാറ്. ഇമാമിങ്ങൾ കിതാബിൽ ഈ വിഷയം രേഖപ്പെടുത്തി വയ്ക്കാറ്. എന്നിട്ട് മാത്രല്ല റാസിമാം താൻ മരിക്കുമ്പോഴത്തേക്ക് മാത്രല്ല തന്റെ മോനും റാസിമാമുടെ മോനും അയാളുടെ മോനും ഒഫാത്തായിട്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് യൂസുഫ് സൂറത്തിലെ വ്യാഖ്യാനം എഴുതിയിരിക്കുമ്പോഴായിട്ട് സൂറത്ത് യൂസുഫിന്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുമ്പോഴായിട്ട് അയാളുടെ മോനും ഒഫാത്തായിട്ട് ആ മോൻ ഒഫാത്തായത് ആ ഒഫാത്തായ സന്ദർഭത്തിലാണ് സുബ്ഹാനല്ലാഹ് ആ സൂറത്തെല്ലാം വ്യാഖ്യാനാക്കിയിട്ട് സൂറത്ത് യൂസുഫിന്റെ വ്യാഖ്യാനാക്കിയിട്ട് തീർന്നിട്ടായാൽ പിന്നെ അയാൾ ചൊല്ലു വഅന ഊസി മൻ ത്വാല കിതാബി വസ്തഫാദ മാ ഫീഹി മിനൽ ഫവായിദിൻ നഫീസത്തിൽ ആലിയ അൻ യഖുസ്സ വലദി വയഖുസ്സനി ബിഖിറാഅത്തിൽ ഫാത്തിഹ. ഞാൻ വസിയത്താക്കടെ എന്തിനെ ചൊന്നായെങ്കിൽ ഞാൻ എഴുതിയ ഈ റാസി ചൊല്ലെ തഫ്സീറുൽ കബീർ ഈ തഫ്സീറുൽ കബീർ ഖുർആന്റെ വ്യാഖ്യാനത്തെ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ നന്റെ വസിയത്ത് എന്തിനെ ചൊന്നായെങ്കിലും നക്കും നന്റെ മോനുകും നിങ്ങൾ ഫാത്തിഹ ഓതുന്നു ചൊന്നിട്ടായിട്ട് ആര് ചൊല്ലേ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വസിയത്താക്കിയ സംഭവം അതേ തന്റെ തഫ്സീറില് കിതാബിൽ പഠിപ്പാട്ട്. എന്നിട്ട് മാത്രമല്ല അതിനൊരു വിഷയം ചൊല്ലാണ് ഈ പാട്ട്. ഈ ഓതുണു തീരാജുള്ള നൂതനവാദികളുള്ളാർ അത് പലണത്തെ ആൾമാരുള്ളാർ. എങ്ങനത്തെ ആൾമാരും നിങ്ങളും അങ്ങനെ ഏറ്റവും വലിയ നേതാവായിട്ട് ഇബ്നു തൈമിയ്യ ചൊല്ലാൽ ഇബ്നു തൈമിയ്യായിട്ട് ഏറ്റവും വലിയ ലീഡർ. ആ ഇബ്നു തൈമിയ്യ മറിച്ച ആ സന്ദർഭത്തില് അവിടെ നടന്ന സംഭവത്തെ അവിടെ നടന്ന ഓതിയ ഖതമുൽ ഖുർആന്റെ വിഷയ ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൻ നിഹായ ചൊല്ലി കിതാബിൽ പഠിപ്പാട്ട്. അത് ചൊല്ലാലും വഖുതിമത് ലഹു ഖത്മാതുൻ കസീറ ബിസ്വാലിഹിയ്യ വബിൽ ബലദ്. സ്വാലിഹിയ്യ ചൊല്ല റായത്തിലും വേറെ റായത്തിലും കുറെ ഖത്മങ്ങ ആര് ഇബ്നു തൈമിയ്യ ചൊല്ലെ നൂതനവാദികളെ ലീഡർ മരിച്ചപ്പ കുറെ ഖത്മുൽ ഖുർആൻ തീർത്തറാറ്. എന്നിട്ട് മാത്രമല്ല വതറദ്ദദ അന്നാസു ഇലാ ഖബ്രിഹിം കുറെ ആൾമാരായ ഖബറുക പോയാറ് അയ്യാമൻ കസീറ കുറെ നാളുകൾ ഇങ്ങനെ പോയാറ് ലൈലം വനഹാറ ജാവും പോരും യബീതുന ഇൻദഹു യസ്ബിഹൂൻ ജാവും പോരും ആ ഖബറിൽ വിട്ട് പോയിട്ട് കുറെ ഖത്മിനെ ഓതി തീർത്താറ് ചൊന്നിട്ടായിട്ട് കുറെ ഖത്മിനെ ഓതി തീർത്താറ് ചൊന്നിട്ടായിട്ട് ആർക്കുള്ള നൂതനവാദികൾ ഏറ്റവും വലിയ ലീഡറായിട്ടുള്ള ഇബ്നു തൈമിയ്യ ചൊല്ല ആളിലെ ഖബറിൽ മുതൽ ഓതി സംഭവ അതിലെ ശിഷ്യനായ ഇബ്നു കസീർ ചൊല്ല ആള് തന്റെ അൽ ബിദായ വൻ നിഹായ ചൊല്ലെ ഗ്രന്ഥത്തിൽ പഠിപ്പാട്ട്. മൊത്തത്തിൽ ഞാൻ ചൊന്നിന്ദ്രച്ചെന്നുണ്ടെങ്കിൽ
മറിച്ച് മറിച്ചാല മുട്ട പോയിണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഖബറിന്റെ മുട്ട പോയിണ്ടായെങ്കിലും അവിടെ ഖുർആൻ ഓതുറുതു, അവിടെ ഫാത്തിഹ ഓതുറുതു, സൂറത്ത് യാസീൻ ഓതുറുതു, ബഖറ ഓതുറുതു. അത് ഇന്നലെ ഉണ്ട് തുടങ്ങിയ വിഷയമല്ല, അത് പണ്ടേ ഉള്ള വിഷയമായിട്ട് സംഭവമായിട്ട് നാണ് ഇങ്ങനെ മുന്നിലുണ്ട് ചൊന്നിപ്പിക്കാൻ പാട്ടിയത് ആയതുകൊണ്ടുള്ളൂ. മറിച്ച് അവിടെ നാം ഖുർആൻ ഓതണു, ഞങ്ങളെ മക്കളിട്ട് ഞങ്ങൾ ഖുർആൻ ഓത ചൊല്ലണു, ഞങ്ങളെ പിഞ്ഞായിമാരിട്ട് ഞങ്ങൾ ഖുർആൻ ഓത ചൊല്ലണു, പണ്ടങ്ങളിട്ട് ഖുർആൻ ഓതുന്നുള്ള വ്യവസ്ഥയാക്കണു. അല്ലാഹു തആല മരിക്കരെ ജീവിക്കര കാലത്തില് പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ആശയ അടിസ്ഥാനത്തിൽ ജീവിച്ചിട്ട് ആ നിലക്ക് മരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ സന്താന പരമ്പരയുടെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ഓദനത്തിന് വിരോധിക്കരെ നബി തങ്ങളെ ഉമ്മ ബാപ്പ കാഫിർ ഇരുന്നിട്ടു അങ്ങനെ ചൊല്ലേ നൂതനവാദികളെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെ ഒരു മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്താണ്ട് അള്ളാഹു യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ആശയ അടിസ്ഥാനത്തിൽ ജീവിച്ചിട്ട് മരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ